8 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട വട്ടിയൂർക്കാവിലെ രാജേഷ് വിജയൻ രാജലക്ഷ്മി ദമ്പതികൾക്ക് ഇനി സ്വന്തം വീട്. സേവാഭാരതിയുടെ തലചായ്ക്കാനൊരിടം പദ്ധതിയാണ് കൈത്താങ്ങായത്. വീടിന്റെ താക്കോൽ തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ആശാനാഥ് കുടുംബത്തിന് കൈമാറി. ഒരു വീടെന്നത് വെറും 4 ചുവരുകളല്ല, ഒരു കുടുംബത്തിന്റെ സ്വപ്നവും സുരക്ഷിതത്വവുമാണ്. സേവാഭാരതിയുടെ തലചായ്ക്കാൻ ഒരിടം പദ്ധതിയിലൂടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ രാജേഷ് വിജയൻ രാജലക്ഷ്മി ദമ്പതികൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. എട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സഫലമായതിന്റെ സന്തോഷം കുടുംബം പങ്കുവച്ചു. ഓട്ടിസം ബാധിച്ച മകളുടെ ചികിത്സ ഉൾപ്പെടെ ജീവിതത്തിലെ പ്രയാസഘട്ടങ്ങളിലെല്ലാം സേവാഭാരതി കൈത്താങ്ങായി ഉണ്ടായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സമയമല്ലേ, അത് തന്നെയാണ് ഇത്. അത് ജീവിതത്തിൽ ഇനി ഇതിൻ്റെ അപ്പുറം സേവാഭാരതിയുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ലാത്തൊരു കാര്യം ഞാൻ എന്ന വ്യക്തിയും അതല്ലാതെ എന്നെപ്പോലെ ഒത്തിരി ആൾക്കാർ ഒരു കൈത്താങ്ങാണ് സേവാഭാരതി എന്ന് പറയുന്നത്. മരുന്നായാലും ഹോസ്പിറ്റലായാലും ആംബുലൻസ് സേവനമായാലും. ഇപ്പോൾ എൻ്റെ മകൾ ഇരിക്കുന്ന ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞാണ്. അവളുടെ കാര്യങ്ങൾക്ക് പോലും ചില സമയത്ത് സേവാഭാരതി എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്നല്ല, പൊതുവേ എല്ലാ ജനങ്ങളുടെ ജീവിതത്തിലും അവരുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തും ചെയ്യാൻ തയ്യാറാണ്. സേവാഭാരതി വട്ടിയൂർക്കാവ് യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടാണിത്. ഗൃഹപ്രവേശ ചടങ്ങിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഭവനത്തിന്റെ താക്കോൽ കൈമാറി. ഒരു കുടുംബത്തിന്റെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ടെന്നും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഡെപ്യൂട്ടി മേയർ ആശാനാഥ് പറഞ്ഞു. സേവാഭാരതിയുടെ വട്ടിയൂർക്കാവ് യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടാണിത്. ആ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ കേരളം ഒട്ടുക 1000-ലധികം വീടുകൾ സേവാഭാരതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വട്ടിയൂർക്കാവ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ രാജേഷ് ചേട്ടൻ അങ്ങനെ സേവാഭാരതി വെച്ചു കൊടുക്കുന്ന വീടാണ് 4ാമത്തെ വീടാണ്. നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോടുകൂടി, ഒരുപാട് ആളുകളുടെയും ഒക്കെ തന്നെ കഷ്ടപ്പാടിൻ്റെയും ഒക്കെ തന്നെ ഫലമാണ് ഇങ്ങനെ ഒരു വീടെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു നമ്മുടെ സ്വപ്നമാണ്. മനുഷ്യ കേന്ദ്രീകൃത സേവന പ്രവർത്തനങ്ങളാണ് സേവാഭാരതിയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയകുമാർ വ്യക്തമാക്കി. മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യാനാണ് സേവാഭാരതിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. സേവാഭാരതി ആ പ്രവർത്തനങ്ങൾ മാത്രമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തലചായ്ക്കാനൊരിടം എന്ന പദ്ധതി സേവാഭാരതിയുടെ സാമാജിക വ്യവസ്ഥയിൽ പെടുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഒരു വീട് വയ്ക്കുക എന്നുള്ള അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് സേവാഭാരതിയുടെ ലക്ഷ്യം തന്നെ. ഒരു വീടിന്റെ താക്കോൽ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സ്വപ്നത്തിനും പുതിയ തുടക്കമാണ് ഈ ഭവനം. ജനം, തിരുവനന്തപുരം.